ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അടിപൊളി ടേസ്റ്റിലുള്ളതുമായ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്മായാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണെങ്കിലും ഉപ്മാവ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഉപ്മാവിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല ഉപ്പുമാവ് നമുക്ക് എന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് നമ്മൾ ഒരു കടായിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് ഞാൻ പാക്കറ്റിൽ വാങ്ങിയത്. എന്നാലും കൂടി ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അധിക സമയമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട. ചെറുതായിട്ട് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വെള്ളം കുറച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പുമാവിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുമാവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ രുചി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പും പൊട്ടുകടലയൊക്കെ ചേർത്ത് കൊടുത്താൽ ഉപ്പുമാവ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്തിപ്പോൾ പൊട്ടുകടല ഇല്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. പൊട്ടുകടല ഉണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പൊട്ടുകടല കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഒരു മീഡിയം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടല ഇല്ലാത്തത് കൊണ്ട് കപ്പലണ്ടി ഒരു കൈപ്പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് നിൽക്കണം, എന്നാലാണ് നമ്മൾ റവ ഇട്ട് കൊടുത്ത് ഉപ്പുമാവ് റെഡിയാക്കി കഴിയുമ്പോൾ അതിൽ കറക്റ്റ് പാകത്തിന് ഉപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ 2 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുക, ഒരു കൈ കൊണ്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഈ റവ നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആയിട്ട് വരണം. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് എല്ലാതും കൂടി നടുഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നടുഭാഗത്ത് എല്ലാതും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് വെച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തുറക്കാനായിട്ട് പാടില്ല. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറക്കേണ്ടത്. അപ്പോൾ ഉപ്പുമാവ് ആ സ്റ്റീമിൽ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇത് തുറന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നുപരിപ്പും കപ്പലണ്ടിയും കാഷ്യൂ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷൊന്നും വേണ്ട, അല്ലാതെ തന്നെ കഴിക്കാം. ഈ ഉപ്പുമാ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമായാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ചോറും അവിലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന, അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു പാലപ്പാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. താങ്ക് യു.